പ്രൈസ് ദി ലോർഡ്. നല്ലൊരു പ്രഭാതം ദൈവനാമത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഈ രാവിലെ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം 15 വാക്യം. ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 49 വേർഡ്സ് 15. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ആമേൻ. ഈ ലോകത്ത് ഏറ്റവും വിലപ്പെട്ടത് നമ്മുടെ അപ്പനും അമ്മയുമാണ്. എന്നാൽ അവർ കൈവിട്ടാൽ പോലും കൈവിടാത്ത ഒരു യേശുവുണ്ട്, ഒരു ദൈവമുണ്ട്. അത് നമ്മുടെ സൃഷ്ടികർത്താവാണ്, നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്, നമ്മളെ വഴി നടത്തുന്നവനാണ്, നമുക്ക് ആലോചന പറഞ്ഞു തരുന്നവനാണ്, നമ്മളെ ഉത്സാഹിപ്പിക്കുന്നവനാണ്, നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ്, നമ്മളെ ശക്തിപ്പെടുത്തുന്നവനാണ്, നമ്മളെ ബലപ്പെടുത്തുന്നവനാണ്. ഏത് സാഹചര്യത്തിലും നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. നമുക്കെന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരാളാണ് ആ രക്ഷകൻ. അത് മറ്റാരുമല്ല, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു തന്നെ. ആ യേശുവിൽ വീണ്ടും വിശ്വാസം അർപ്പിക്കാം. ആര് കൈവിട്ടാലും അവൻ നമ്മളെ കൈവിടത്തില്ല. യേശു കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സകലതും സാധിക്കും. ആ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ തിരുവെഴുത്ത് പ്രകാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ.